എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ റേക്ക വില്ലനെ കാണിക്കുന്നു. അവനിപ്പോ അവന്റെ മിന്നൽ പവർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും കൊന്നു തള്ളി എന്ന് കരുതി ആ ഒരു ചിന്ന പയ്യനുമായിട്ട് ഇപ്പൊ ചില്ല് ചെയ്ത് നിൽക്കും. പക്ഷെ ചിന്ന പയ്യന് മനസ്സിലാവും നമ്മുടെ ആൾക്കാർ 4 പേർക്കും ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല എന്ന്. മാത്രമല്ല അവര് 4 പേരില് ഒരുത്തൻ അവൻ ടെററാന്ന് പറയുമ്പോ ഇവിടെ വില്ലനാവട്ടെ അവന്റെ ദേഷ്യം കേറി കേറി വരും. ഇവിടെ നമ്മുടെ ആൾക്കാര് ആ ഒരു മിന്നലിൽ നിന്ന് ഇപ്പൊ കഷ്ടിച്ച് രക്ഷപ്പെട്ട് കാട്ടിപ്പോയി ഒളിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഉടൻ തന്നെ നെജി ആവട്ടെ അവന്റെ വ്യാഹു കണ്ണുവെച്ച് നോക്കുമ്പോ കാടിന്റെ ഓരോ മൂലയ്ക്കും ഇപ്പൊ വില്ലന്റെ ഒരുപാട് ശിങ്കിടികളെ കാണും. നമ്മുടെ ആൾക്കാർ 4 പേരും ചാടി അവിടേക്ക് വീണ് അവരുടെ സ്വന്തം സ്റ്റൈലില് ഇപ്പൊ അവരെ എല്ലാവരെയും അടിച്ചു തോൽപ്പിക്കാനായിട്ട് ആരംഭിക്കും. പക്ഷെ അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുക അവരിടിക്കുന്നത് മുഴുവൻ മരത്തിനെയും മരക്കട്ടകളെയും മാത്രമാണ്. പക്ഷെ നെജി അവൻ ചുറ്റും നോക്കുമ്പോ ഇപ്പൊ ഒരുപാട് പേര് അവർക്ക് ചുറ്റും നിൽക്കുന്നതായിട്ട് അവന് കാണാൻ സാധിക്കും. ആ സമയത്ത് ആ കുഞ്ഞിപ്പയ്യനാവട്ടെ വില്ലന് നമ്മുടെ ആൾക്കാർ എവിടെയാണ് നിൽക്കുന്നതെന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും. അവൻ വീണ്ടും അവന്റെ മിന്നൽ പവർ എടുത്ത് അങ്ങനെ തന്നെ ഒരൊറ്റ അടി അതിന്റെ ഷോക്കേറ്റ് നമ്മുടെ ആൾക്കാർ തെറിച്ചു പോയി വീഴുമ്പോ അവൻ കരുതും എല്ലാവരും ഇപ്പൊ മരിച്ചു പോയെന്ന്. പക്ഷെ ലീഫ് വില്ലേജിലെ നിഞ്ചകള് അത്ര നിസ്സാരക്കാരല്ല. കുട്ടപ്പനും ടീംസും നൈസായിട്ട് തെന്നി മാറി ഇപ്പൊ വില്ലന് നേരെ തിരിയുമ്പോ അവനാവട്ടെ അവന്റെ വാള് വീശി ഇപ്പൊ ലീയെ തവിട് പൊടിയാക്കാനായിട്ട് അവിടേക്ക് ചാടി അങ്ങോട്ട് വീഴും. ലീ ഉടനെ ചാട്ടി എഴുന്നേറ്റ് ഇപ്പൊ അവനുമായിട്ട് മൽപ്പിടുത്തം ആരംഭിക്കും. നമ്മുടെ ആള് ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടാണ് മാസായിട്ട് ഫൈറ്റ് ചെയ്യുക. അത് കണ്ട് വില്ലനും ആ ഒരു കുഞ്ഞി പയ്യനും ഇപ്പൊ പേടിച്ചു പോവും. വില്ലൻ വീണ്ടും അവന്റെ തണ്ടർ പവർ എടുക്കാൻ ശ്രമിക്കുമെങ്കിലും ഇപ്പൊ ലീ ആവട്ടെ അവന്റെ കാല് വെച്ച് വില്ലന്റെ കൈ തന്നെ ഇപ്പൊ മടക്കി അങ്ങോട്ട് പിടിക്കും. ലീയുടെ ഫൈറ്റ് കണ്ട് കോൺഷ്യസ് ആയ കുട്ടപ്പനാവട്ടെ അത് കണ്ട് ഞെട്ടും. അവൻ ആലോചിച്ച് നോക്കും ലീ കോൺഷ്യസ് ആയിരിക്കുന്നതിന് കഴിഞ്ഞും കൂടുതൽ പവറാണ്. അവനിപ്പോ ഉറങ്ങിക്കൊണ്ട് ഫൈറ്റ് ചെയ്യുമ്പോ കുട്ടപ്പൻ പെട്ടെന്ന് എഴുന്നേറ്റ് ബാക്കിയുള്ളവരെ വിളിച്ചുണർത്തി ഇപ്പൊ വില്ലന് നേരെ നടന്നടുക്കും. അത് കണ്ട ചിന്നപ്പയ്യനാവട്ടെ ഇപ്പൊ വില്ലന്റെ അടുത്ത് പുറകിലേക്ക് നോക്ക് അവര് നിന്റെ തൊട്ടടുത്തുണ്ടെന്ന് പറയുമ്പോ വില്ലൻ തലതിരിക്കുന്ന ആ ഒരു ഗ്യാപ്പില് ലീ അവന്റെ പുറകില് ഒരൊറ്റ ചവിട്ട് വെച്ചു കൊടുക്കും. നമ്മുടെ നെജിക്ക് മനസ്സിലാവില്ല ആ ഒരു ചെറിയ ശബ്ദം അതെവിടുന്നാണ് വരുന്നതെന്ന്. റൺമറു പയ്യൻ അങ്ങനെ തന്നെ തെറിച്ചു പോയി നെജിയുടെ മുൻപില് കറങ്ങി അടിച്ചു വീഴും. വില്ലനാവട്ടെ റൺമുറു നീ എവിടെ എന്ന് ചോദിച്ച് ഇപ്പൊ അലമുറ ഇടാൻ തുടങ്ങും. വില്ലൻ ഓൾറെഡി അവിടേക്ക് ഒരുപാട് മഞ്ഞ് പെയ്ച്ചതുകൊണ്ട് തന്നെ അവർക്കാർക്കും ആ ഒരു ചിന്ന പയ്യനെ കാണാനായിട്ട് സാധിക്കില്ല. അപ്പോഴായിരിക്കും നമ്മുടെ ആള് പതിയെ ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറക്കുക. ഞാൻ ഇത്രയും നേരം ഉറങ്ങിക്കൊണ്ടാണോ ഫൈറ്റ് ചെയ്തതെന്ന് അവനിപ്പോ ചോദിക്കും. വില്ലനും ആ കുഞ്ഞിപ്പയ്യനെ കാണാതെ കലി കയറി കത്തിയെടുത്ത് വീണ്ടും ലീയുടെ മുന്നിലേക്ക് എടുത്തു ചാടുമ്പോ കറക്റ്റായിട്ട് കുട്ടപ്പൻ അവിടേക്ക് വരും. കുട്ടപ്പന്റെ നിപ്പും ഭാവവും കാണുമ്പോ അവന് മനസ്സിലാവും ഇവൻ ചില്ലറക്കാരനല്ലെന്ന്. കുട്ടപ്പൻ പറയും നീ ആ 7 സ്ക്വാഡിലുള്ള ഒരുവനാണെന്ന് എനിക്കറിയാം. നിനക്ക് സബൂസ കിസമി എന്നിവരെ അറിയോന്ന് ചോദിക്കുമ്പോ അതിനവൻ പറയും അവരെ എല്ലാവരെയും എനിക്കറിയാം. പക്ഷേ അവരെ ആരെയും എനിക്ക് തീരെ ഇഷ്ടമല്ല. മാത്രമല്ല ഇപ്പൊ ഫൈറ്റിംഗ് ടൈം ആണെന്ന് പറഞ്ഞ് അവൻ വീണ്ടും കുട്ടപ്പന്റെ നേർക്ക് ചാടി അങ്ങോട്ട് വീഴും. പിന്നെ 2 ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ പോരാട്ടം. കുട്ടപ്പൻ കത്തിയെടുത്ത് അവന്റെ കഴുത്തില് ഇപ്പൊ ലോക്ക് ചെയ്ത് പിടിക്കും. പക്ഷെ അവൻ സൈഡി ശബ്ദം ഉണ്ടാക്കി കുട്ടപ്പനെ വെട്ടിത്തിരിപ്പിച്ച് ആ ഒരു ലൈറ്റ്നിങ് പവർ അത് കുട്ടപ്പന് നേർക്കയക്കും. അവൻ ആ വേദനയില് ഇപ്പൊ നിലവിളിച്ച് കരയുമ്പോ കട്ട് ചെയ്താ ഇവിടെ ബാക്കി 2 പേര് ഇപ്പൊ കടയില് ജോളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് പുറത്തൊരു ഇടിമുഴക്കം കേൾക്കുമ്പോ നമ്മുടെ അമ്മൂമ്മയാവട്ടെ അവര് പുറത്തേക്ക് ഓടി വരും. ബാക്കിയുള്ളവർ പുറകെ വന്ന് എന്താണ് എന്തു പറ്റിയും ചോദിക്കുമ്പോ അതിന് ആ ഒരു അമ്മ പറയും പണ്ട് ഇതുപോലെ വലിയൊരു ഇടി ഉണ്ടായപ്പോഴാണ് എന്റെ മകൻ എനിക്ക് നഷ്ടമായത്. ഇവിടെ കുട്ടപ്പനെ വില്ലനാവട്ടെ ഇപ്പൊ തല്ലി കൊന്നോണ്ടിരിക്കുകയാണ്. പക്ഷെ അതിലൊന്നിലും യാതൊരു കൂസലും ഇല്ലാതെ കുട്ടപ്പൻ വീണ്ടും എഴുന്നേറ്റ് നിൽക്കും. ഇപ്പൊ നെജി ആവട്ടെ അവന്റെ മുൻപിലേക്ക് വന്ന ആ ഒരു ബാഗ് അതെന്താണെന്ന് അവർക്കറിയില്ല. അവന്റെ വ്യാഹു പവർ വെച്ച് അത് ചെക്ക് ചെയ്യുമ്പോ അതിന്റെ ഉള്ളില് ഒരു ചെറിയ പയ്യനുണ്ടെന്ന് അവർക്ക് പിടികിട്ടും. മാത്രമല്ല എന്തോ ഒരു പ്രത്യേക പൗഡർ ഇപ്പൊ പുറത്തേക്ക് വരാൻ തുടങ്ങും. ആ ഒരു ബാഗിന്റെ ഉള്ളിൽ നിന്ന് ഇപ്പൊ റെഡ് കളറില് 2 കണ്ണുകൂടെ അവർ കണ്ടുപിടിക്കും. നെജി ഇപ്പൊ കുട്ടപ്പനെ കണ്ടിട്ട് നീ എത്രയും പെട്ടെന്ന് ഷാഡോ ക്ലൗൺ ജിപ്സ് യൂസ് ചെയ്യ്, അവന്റെ കണ്ണ് അതിപ്പോ ഇവിടെയാണ്, ഉറപ്പായിട്ടും നിനക്ക് അവനെ തോൽപ്പിക്കാൻ കഴിയും എന്ന് വിളിച്ചു പറയുമ്പോ വില്ലനാവട്ടെ അവൻ അലറിക്കാറും. കുട്ടപ്പൻ ഉടൻ തന്നെ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്യുമ്പോ ഇവിടെ റൈക്കിക്ക് എന്താ ചെയ്യേണ്ടെന്നറിയാതെ അവന്റെ വാളെടുത്ത് ഇപ്പൊ അറഞ്ചം പുറഞ്ഞ് വീശും. അവന് പിടികിട്ടും ഒരുപാട് നേരം അവൻ പവർ പുറത്തെടുത്താ
തീർച്ചയായിട്ടും അവന്റെ പവർ അത് പെട്ടെന്ന് തന്നെ ഇല്ലാതാവും. അവനിപ്പോ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു മഞ്ഞ് പോലും അവിടെ അപ്രത്യക്ഷമാവും. എന്തെങ്കിലും ഒരു വഴി എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് അവൻ ആലോചിക്കാൻ തുടങ്ങും. കുട്ടപ്പൻ അവന്റെ ക്ലൗൺസിനെ ഉപയോഗിച്ച് അവനെ പിടിക്കാൻ നോക്കുമ്പോഴേക്കും വില്ലനാവട്ടെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വലിയ മലയിലേക്ക് അവനിപ്പോ ഓടിക്കയറാൻ തുടങ്ങും. അവൻ മലയുടെ ഉച്ചിയിലെത്തി ഒരുപാട് കല്ലുകള് അവന്റെ പവർ ഉപയോഗിച്ച് ഇപ്പൊ താഴേക്കിടും. പാറകൾ അറഞ്ചം പൊറഞ്ചം വീണ് കുട്ടപ്പന്റെയും ക്ലൗൺസിന്റെയും കാറ്റ് പോയെന്ന് കരുതി അവൻ ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോ കുട്ടപ്പൻ ഒരു പോറല് പോലും പറ്റാതെ അവൻ മലയിൽ പിടിച്ചു വലിച്ച് അള്ളി പിടിച്ച് മുകളിലെത്തി അവന്റെ റെസൻഗൻ പവർ ഉപയോഗിച്ചുകൊണ്ട് ഒരൊറ്റ ഇടി. ആ ഇടിയില് വില്ലന്റെ വയറ് തകർന്ന് അവൻ അങ്ങനെ തന്നെ താഴെ വീഴും. പിന്നെ അവൻ അനക്കമുണ്ടാവില്ല. നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പോ അവന്റെ കയ്യിൽ നിന്ന് താഴെ വീണ ആ ഒരു സഞ്ചി അതിലാരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് ഓപ്പൺ ചെയ്യും. കാരണം ഇവനും ആ ഒരു വില്ലനും ചേർന്നാണ് എല്ലാ കാര്യങ്ങളും ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത്. ഉടനെ നമ്മുടെ ആൾക്കാര് നീ ആരാണ്, നീ എങ്ങനെ ഇവന്റെ കൂടെ എത്തി എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങും. അപ്പൊ അവിടെ അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഏതോ ഒരു ഗ്രാമത്തില് ഒരു സംഘം ആളുകൾ ചേർന്ന് എല്ലാവരെയും ഇപ്പൊ തല്ലിക്കൊന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വില്ലന്മാരുടെ കൂടെ തന്നെ ഇപ്പൊ റെയ്ക്കയും ഉണ്ടാവും. അവരിപ്പോ ഗ്രാമത്തിലെ ഓരോരുത്തരായിട്ട് കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണ്. റെയ്ക്ക ആവട്ടെ ഒരു വീടിനുള്ളിലേക്ക് കയറി വരുമ്പോ ഏതോ ഒരുത്തൻ ഇപ്പൊ പുതപ്പ് പൊതച്ച് അങ്ങനെ കിടക്കുന്നുണ്ടാവും. റെയ്ക്ക ക്യാഷ്വലായിട്ട് പറയും, നീ പുതപ്പ് മൂടി കിടന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല, പുതപ്പിന്റെ മേലെ കൂടെ തന്നെ നിന്നെ അടിച്ചു കൊല്ലാൻ പോവുകയാണെന്ന് അവൻ വിളിച്ചു പറയും. പക്ഷെ അവിടെ കിടക്കുന്നവന് യാതൊരു അനക്കവും കാണാത്തപ്പോ ഇപ്പൊ റെയ്ക്ക ആവട്ടെ പതിയെ ആ പുതപ്പങ്ങ് നീക്കും. അത് മറ്റാരുമല്ല, അതാണ് ഈ ഒരു ചിന്ന പയ്യൻ. അവൻ ചോദിക്കും, നീ എന്നെ കൊല്ലാൻ പോവാണോ? കുഴപ്പമില്ല, നിനക്ക് ധൈര്യമായിട്ട് എന്നെ കൊന്നു തള്ളാം. പക്ഷെ ഒരു കാര്യം, നീ എന്തിനാണ് എപ്പോഴും കരഞ്ഞോണ്ടിരിക്കുന്നതെന്ന് അവൻ റേക്കയോട് ചോദിക്കുമ്പോ റേക്ക ആവട്ടെ ഇപ്പൊ ഷോക്കായി പോവും. ഇവനെങ്ങനെ ഞാൻ കരയുന്ന കാര്യം മനസ്സിലായി. അവൻ വണ്ടറടിച്ച് വീണ്ടും ആ ചിന്ന പയ്യനെ നോക്കി നിൽക്കും. ആക്ച്വലി റേക്കയ്ക്ക് പോലും അറിയില്ല അവൻ എന്തിനു വേണ്ടിയാണ് ജീവിച്ചിരിക്കുന്നതെന്ന്. അതോർത്താണ് നമ്മുടെ വില്ലൻ എപ്പോഴും കരഞ്ഞോണ്ടിരിക്കുക. റേക്ക ഞെട്ടിയിട്ട് ഇവനെങ്ങനെ മനസ്സിലായി ഈ കാര്യങ്ങളൊക്കെ? ചിന്നപ്പയ്യൻ പറയും, ഞാനും ഏകദേശം നിന്നെപ്പോലെ തന്നെയാണ്. എന്തിനു വേണ്ടിയാണ്, ആർക്കു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് ചലനശേഷി ഇല്ലാത്തതുകൊണ്ട് തന്നെ ആരും എന്നെ ഇതുവരെ കൂടെ പോലും കൂട്ടാറില്ല. എന്നെ കൊന്നിട്ടെങ്കിലും നിന്റെ ലൈഫിന് ഒരർത്ഥം ഉണ്ടാകട്ടെ എന്ന് ആ ഒരു കുഞ്ഞിപ്പയ്യൻ പറയുമ്പോ റേക്കയ്ക്ക് എന്തോ ഒരു ഫീലായി. അവനെ അങ്ങനെ തന്നെ തൂക്കി അങ്ങോട്ട് എടുക്കും. അവൻ പറയും, ഇന്നു മുതൽ നമ്മൾ രണ്ടല്ല, മറിച്ച് നമ്മൾ രണ്ടുപേരും ഒന്നാണ്. അന്ന് റെയ്ക്ക അവനെയും ചുമന്ന് ഗ്രാമത്തിന്റെ പുറത്തേക്ക് വന്നതാണ്. അന്നു മുതൽ നമ്മുടെ ചിന്ന പയ്യൻ റെയ്ക്കയുടെ കൂടെ തന്നെയാണ്. അവൻ പുതിയ ലോകം കാണുന്നത്, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നത്, അങ്ങനെ എല്ലാം തന്നെ റേക്കയുടെ കൂടെ മാത്രം. അവര് മഴയത്തും വെയിലത്തും യുദ്ധത്തിന് പോകുമ്പോഴും അങ്ങനെ എല്ലാ കാര്യത്തിനും എപ്പോഴും ഒന്നിച്ച് തന്നെയാണ്. അപ്പോഴാണ് അവന്റെ ജീവിതത്തിന് പോലും ഒരർത്ഥം ഉണ്ടായി തുടങ്ങുക. അവൻ ഒരുപാട് വിഷമത്തില് ഇപ്പൊ പറയാൻ തുടങ്ങും, ദയവ് ചെയ്ത് എന്നെയും റേക്കയും തമ്മിൽ പിരിക്കരുത്. അത് കേട്ട് ഇപ്പൊ നമ്മുടെ കുട്ടപ്പന് ഒരുപാട് വിഷമാവും. സബൂസയ്ക്ക് വേണ്ടി അവന്റെ ജീവൻ പോലും കളയാൻ ഹക്കു തയ്യാറായി. അതേ അവസ്ഥയിൽ തന്നെയാണ് ഈ ഒരു കുഞ്ഞി പയ്യനും. അവൻ വീണ്ടും പറയും, നിങ്ങൾ പേടിക്കണ്ട, ധൈര്യമായിട്ട് എന്നെ കൊന്നോളൂ, എനിക്ക് മരിക്കാനാണ് ഇപ്പൊ ഒരുപാട് ഇഷ്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും ഇപ്പൊ ഒത്തിരി വിഷമാവും. അത് കേട്ട് നെജി പറയും, ഇപ്പൊ ഒരു തീരുമാനം എടുക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല. നിന്നെ കൊന്നുകളയാൻ നീ ഒരു വില്ലനല്ല, മാത്രമല്ല നിന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോയാൽ തീർച്ചയായിട്ടും നീ സൂയിസൈഡ് ചെയ്യും. തൽക്കാലം നീ ഈ റൂമിലിരിക്കുന്നു പറഞ്ഞ് നമ്മുടെ ആൾക്കാരാവട്ടെ ആ ഗ്രാമത്തിലെ ബാക്കിയുള്ളവരുടെ അവസ്ഥ അതെന്താണെന്നറിയാൻ ഇപ്പൊ ഗ്രാമത്തിലേക്ക് ഓടും. ആ സമയത്ത് ആ റെയ്ക്ക അവൻ ആ മല തന്നെ ഇടിച്ചു പിളർന്ന് അവന്റെ കൈ ഉയർത്തി ഇപ്പൊ പുറത്തേക്ക് വരുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും